സംസ്ഥാനത്ത് അനധികൃതമായി 183 സ്കൂളുകൾ പ്രവർത്തിക്കുന്നതായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. മാനദണ്ഡങ്ങൾ പാലിക്കാത്തവർക്ക് നോട്ടീസ് നൽകുമെന്നും മന്ത്രി പറഞ്ഞു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ റാഗിംഗ് തടയാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഇതിനായി സ്കൂളുകളിൽ റാഗിംഗ് വിരുദ്ധ സെല്ല് രൂപീകരിക്കാനാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ അടുത്ത നീക്കം. വിദ്യാഭ്യാസ വകുപ്പ് നടത്തിയ പരിശോധനയിലാണ് സംസ്ഥാനത്ത് 183 സ്കൂളുകൾ അനധികൃതമായി പ്രവർത്തിക്കുന്നതായി കണ്ടെത്തിയത്. ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് നോട്ടീസ് നൽകുമെന്നും കർശന നടപടി സ്വീകരിക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. കേരളത്തിൽ അനുവാദമില്ലാതെ പ്രവർത്തിക്കുന്ന 183 സ്കൂളുകളെ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. അവർക്ക് സംസ്ഥാന ഗവൺമെന്റ് NOC വാങ്ങേണ്ടതാണ്. ഇപ്പം ഒരു ചെറിയ കട ആരംഭിക്കുമെങ്കിൽ പോലും ഗവൺമെന്റിന്റെയും ബന്ധപ്പെട്ട സ്ഥാപനങ്ങളുടെയും ലൈസൻസ് വാങ്ങേണ്ടതായിട്ടുണ്ട്. ഇതിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അവർ തന്നെ സ്വന്തമായി തീരുമാനിച്ച സ്കൂൾ ആരംഭിക്കുക, അവരുടെ ഫീസ് ഘടന നിശ്ചയിക്കുക, അവർ തന്നെ പരീക്ഷ നടത്തുക, ടീച്ചർമാരായ യാതൊരു ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ടീച്ചർമാരെ പോലും നിയമിക്കുക, അവർക്ക് ശമ്പളം യഥാർത്ഥത്തിൽ കൊടുക്കേണ്ട ശമ്പളം കൊടുക്കാതിരിക്കുക, ഈ കാര്യങ്ങളൊക്കെ തന്നെ നടന്നു വരികയാണ്. ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് അടുത്ത അധ്യയന വർഷത്തിനകം നടപ്പിലാക്കും. 1ാം ക്ലാസ്സിലേക്ക് പ്രവേശന പരീക്ഷ നടത്തുന്നതിനെ ബാലപീഡനമായി കണക്കാക്കുമെന്നും മന്ത്രി പറഞ്ഞു. മാത്രമല്ല, സംസ്ഥാനത്തെ വിവിധ സ്കൂളുകളിൽ റാഗിംഗ് നടക്കുന്നുണ്ടെന്നും അതിനെതിരെ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. 1ാം ക്ലാസ് പ്രവേശനത്തിന് പ്രവേശന പരീക്ഷ ഏതാനും സ്കൂളുകൾ നടത്തുകയാണ്. 1ാം ക്ലാസ് കുട്ടികൾ 1ാം ക്ലാസ് കുട്ടികളെ തന്നെ ഇന്റർവ്യൂ നടത്തുകയാണ്. രക്ഷാകർത്താവിന്റെ ഇന്റർവ്യൂ നടത്തുകയാണ്. ഇത് ഒരു തരത്തിലുള്ള ബാലപീഡനമായിട്ട് മാത്രമേ കാണുന്നതിന്. സംസ്ഥാനത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എങ്കിലും സമൂഹ നന്മയ്ക്ക് നിരക്കാത്ത റാഗിംഗ് പോലുള്ള സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ഇത് തടയാൻ കർശനമായ നടപടികൾ സ്വീകരിക്കുന്നതിന് ഒപ്പം ബോധവൽക്കരണ പ്രവർത്തനങ്ങളും അടിസ്ഥാനതല ഇടപെടലുകളും നടത്തേണ്ടതായിട്ടുണ്ട്. സംസ്ഥാനത്തെ വിവിധ സ്കൂളുകളിൽ റാഗിംഗ് നടക്കുന്നുണ്ടെന്ന് സമ്മതിക്കുന്ന വിദ്യാഭ്യാസ മന്ത്രി ഇതുവരെ സർക്കാർ ഇതിനെതിരെ സ്വീകരിച്ചു വരുന്ന നയങ്ങൾ പരാജയമാണെന്ന് കൂടിയാണ് മന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. ജനം, കോഴിക്കോട്.